സിദ്ദിഖ്, അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നൊരു പ്രശ്നം, ലീഗിനെയും കൂടെ അലട്ടുന്ന പ്രശ്നമാണ്. കോഴിക്കോടിന് മന്ത്രിയില്ല. അപ്പോൾ വഴി വെച്ച ഒരാൾ എന്നോട് പറഞ്ഞു, അത് സിദ്ദിഖ് കോഴിക്കോട്ടുകാരനാണല്ലോ, അപ്പോൾ കോഴിക്കോടും വയനാടും ഒന്നിച്ച് പ്രതികരിക്കാൻ പോവാണോ? അതിൽ ഒരു കാര്യം കൃത്യമായി പറയേണ്ടതുണ്ട്. കോഴിക്കോട് കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസിന് MLA മാരില്ല, ലീഗിന് MLA മാരുണ്ടാവാറുണ്ട്. കൊടുവള്ളിയിൽ നിന്ന്, കോഴിക്കോട് സൗത്തിൽ നിന്നൊക്കെ MLA മാർ എപ്പോഴും വരാം. ഇടയ്ക്ക് കുറ്റ്യാടിയിൽ നിന്ന് ഇടയ്ക്ക് വന്നു, പാറക്കല്ലത്തുള്ള വന്നിരുന്നു മുമ്പേ. കോൺഗ്രസ്സിന് ശങ്കരൻ വക്കീലും സുജനപാലും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ദീർഘകാലം അവിടെ നിന്ന് MLA മാർ വന്നില്ല. അപ്പോൾ ഇത്തവണ 12 ആകെ പോയത് ബേപ്പൂര് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായി ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി വേണം എന്നുള്ളതായ ഒരു വികാരവും ഒരു സംസാരവും സ്വാഭാവികമായിട്ട് ഉയർന്നിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പറയാം, ടീം UDFൻ്റെ ഒരു സവിശേഷത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഫുൾ ക്യാബിനറ്റ് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള കെയർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കാര്യം ചർച്ച ചെയ്തോ? കോഴിക്കോടിൻ്റെ കാര്യം പിന്നെ കെ മുരളീധരൻ കോഴിക്കോടായിട്ട് ഡീപ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ കോഴിക്കോടായിട്ട് ഡീപ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ദിവസവും കോഴിക്കോട് വന്നു പോകുന്ന ആളാണ് APL കുമാറിൻ്റെ അവിടെ. കോഴിക്കോട് അധികം പരിപാടിയിൽ പങ്കെടുക്കുന്ന ഷംസു, റോജ്, ഷാജി, കോഴിക്കോട് താമസിക്കുന്ന ആളാണ് ഷാജി. അപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് അത്തരമൊരു പ്രയാസം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് എന്തോ അതിൽ ഒന്ന് പറയണമെന്ന് തോന്നുന്നു കോഴിക്കോടിൻ്റെ കാര്യത്തിൽ. കോഴിക്കോട്ട് താമസിക്കുന്ന ആളാണ് ഷാജി. അതുകൊണ്ട് അത്തരമൊരു ഒരു പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ക്യാബിനറ്റിന്റെ സ്ഥാനം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.